ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വേറൊരു അപ്ലം റെസിപ്പി ഞാനിവിടെ ഷെയർ ചെയ്യുന്നു. ഈ അപ്ലം ഞാൻ പച്ചരി കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമുക്ക് അപ്ലം ഉണ്ടാക്കിയ കോൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞാൽ നമുക്ക് പലവിധം അപ്ലം നമുക്ക് കുറച്ച് മെനക്കെട്ടാൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഈ അപ്ലം എങ്ങനെ ഉണ്ടാക്കി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോ കാണുന്ന മുമ്പ് ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യം ഒരു കപ്പ് പച്ചരി നമ്മൾ തലേദിവസം രാത്രി നമ്മൾ കുതിർത്തി വെക്കാം. പിന്നെ പിറ്റേ ദിവസം മോർണിംഗ് അത് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്ത ശേഷം നമ്മൾ ഏത് കപ്പിൽ നമ്മൾ അരി അളന്നു അതിൽ 2 കപ്പ് വെള്ളം നമ്മൾ തിളയ്ക്കാൻ വെക്കാം. ഉപ്പിട്ടിട്ട് ഒന്ന് തിളയ്ക്കാൻ വെക്കാം. ആ സമയത്ത് വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ ഇത്തിരി ജീരകം, കുറച്ച് കായം, പച്ചമുളകും പിന്നെ കൊത്തമല്ലി ഇട്ടിട്ട് നമ്മളിത് അരച്ചെടുക്കാം. അപ്പോഴേക്ക് ഇവിടെ വെള്ളം തിളച്ചു. പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ച മാവ് അതിലിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവിടാതെ ഇളക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. പിന്നെ ഈ അരച്ച് വെച്ച ഈ കൊത്തമല്ലിയുടെ പേസ്റ്റ് നമ്മൾ അതിലിട്ടിട്ട് അത് നന്നായിട്ട് അതൊന്ന് സിമ്മിലാക്കിയിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. കൈവിടാതെ ഇളക്കണം, അല്ലെങ്കിൽ അത് അടിയിലൊക്കെ ഒന്ന് കട്ട പിടിക്കും. സോ ഇങ്ങനെ നന്നായിട്ട് അതൊന്ന് കുറുകും. കുറച്ച് ജാസ്തി കുറുകരുത്, ബിക്കോസ് ഇത് നമ്മൾ അപ്പളം മാതിരി ഇടാണ്. അപ്പോൾ ഇത് ഈ കൺസിസ്റ്റൻസിയിൽ വന്നപ്പോൾ അതൊന്ന് അടച്ച് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അടച്ച് ഒരു 1/2 hour നമ്മൾ മൂടി വെക്കാം. സോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. സോ ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. പിന്നെ നമ്മളൊരു വൈറ്റ് ക്ലോത്ത് വെള്ളത്തിൽ നനച്ചിട്ട് അത് നമ്മൾ അതിന് മേലെ നമുക്ക് ഈ അപ്പളം മാതിരി നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും അപ്പളം മാതിരി ഇട്ടിട്ട് അതൊന്ന് വെളുത്ത് ഉണക്കാനിടാം. വൈറ്റ് കളർ ക്ലോത്ത് എടുക്കണം, പ്ലാസ്റ്റിക് ഷീറ്റ് ഇടരുത്. ചിലപ്പോൾ വെയിലത്ത് വെക്കുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ വരും. സോ ഓൾവേസ് ബെറ്റർ വൈറ്റ് കളർ ക്ലോത്ത്. സോ ഇങ്ങനെ വെയിലത്ത് വെച്ചു. ആ ദിവസം ഈവനിങ് നമുക്കിത് ലൈറ്റായിട്ട് നമുക്കിത് അത് ഓട്ടോമാറ്റിക്കലി അത് സെപ്പറേറ്റ് ആകും. ഇപ്പം നമുക്കത് സ്പ്രെഡ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിൽ കുറച്ച് വെള്ളം ഇട്ടിട്ട് നമുക്കത് ഈസിലി കിട്ടും ഈ അപ്പളം. സോ ഇത് പിറ്റേ ദിവസം നമ്മൾ 1 more day വെച്ചിട്ട് അത് ഉണക്കിയെടുക്കണം. ഈ അപ്പളം ഒരു 2 days ആവും. നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇത് തീർച്ചയായിട്ടും വീട്ടിൽ ഈ സമ്മറിൽ ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.